ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ഇന്ന് 19-ാം തീയതി, 19-ഓ 18-ഓ ആണ്. ഞാൻ ചന്തയിൽ പോയിട്ട് വരുമ്പം ഞാനൊരു കാഴ്ച കണ്ടു. അതായത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പോയൊരു ബൈക്കുകാരൻ ഒരു സ്മെല്ല് കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. അത് നല്ല സിഗരറ്റിൻ്റെ സ്മെല്ല്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ്, സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സ്മെല്ലാണ് സിഗരറ്റിൻ്റെത്. എനിക്കിപ്പോൾ ഒരു ബുള്ളറ്റുകാരൻ സിഗരറ്റ് വലിച്ച് ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് സിഗരറ്റ് വലിച്ച് പുക ഊതി വിട്ട് പോകുന്നു. ഈ സിഗരറ്റ് പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നതൊക്കെ എത്രയോ വർഷം മുമ്പ് സുപ്രീം കോടതി നിരോധിച്ചതാണ്. എന്നിട്ട് അത് ആർക്കും അനുസരിക്കാൻ വയ്യ. എന്നിട്ട് കുറേ പേര് സുപ്രീം കോടതി പട്ടിയെ നിരോധിച്ചു, പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല, പട്ടിയെ വളർത്താൻ പാടില്ലെന്ന് പറഞ്ഞ് കുറേ പേര് ഇവിടെ സമരം ചെയ്തു. ഇടതും കൊള്ളാം, വലതും കൊള്ളാം, നടുക്ക് വിരിഞ്ഞിരിക്കുന്ന താമരയും കൊള്ളാം. എല്ലാ പാർട്ടിക്കാർക്കും അവരവരുടെ ആളുകൾ ചെയ്യുന്നത് മുഴുവൻ ശരി, അല്ലാത്ത അവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം തെറ്റ്. ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല നീതിയോ ന്യായമോ നിയമമോ ഒന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തിനാണ്? ഇവിടുത്തെ ട്രാഫിക് എവിടെ പോയി? ഇവിടുത്തെ പോലീസ് എവിടെ പോയി? ഇതൊന്നും ആരും കാണുന്നില്ല. ആരും അവരെ തടഞ്ഞു നിർത്തി പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്നുമില്ല. അപ്പോൾ പട്ടിക്ക് മാത്രമേ ഈ നാട്ടിൽ ഞാൻ നോക്കിയിട്ട് പ്രശ്നമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും സിഗരറ്റിനോട് വിരോധമില്ല. അത് മനുഷ്യനെ കുറേശ്ശെ കാർന്ന് തിന്നുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. പിന്നെ മുതുകത്തൊരു ബാഗ് തൂക്കിയിട്ടുണ്ട്, ഒരു ബുള്ളറ്റാണ്. പിന്നെ വണ്ടിയുടെ നമ്പർ ഞാനും പുറകിലെ വണ്ടി ഓടിച്ച് വരുന്നതുകൊണ്ട് എനിക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇങ്ങനെ ഉള്ളവരെ പൊതുസമൂഹത്തിൽ തുറന്ന് കാണിക്കണം. സ്വമേധയാ MVD കേസോ എന്തെങ്കിലും എടുക്കുമെങ്കിൽ അത്ര എനിക്ക് സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വണ്ടിയുടെ നമ്പർ KL01CU 3301. ഞാൻ എൻ്റെ ഓർമ്മയിൽ അപ്പോൾ അവിടെ സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. KL01CU 3301. ഇതാണ് ആ ബുള്ളറ്റിൻ്റെ നമ്പർ. അപ്പോൾ ഇവരെയൊക്കെയാണ് സാമൂഹ്യ ദ്രോഹികളെന്ന് പറയേണ്ടത്. വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് സാമൂഹ്യ ദ്രോഹികൾ. ഇവരെയാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടത്. അല്ലാതെ മിണ്ടാപ്രാണികളോ സാധാരണ പാവപ്പെട്ട ആളുകളോ ഒന്നുമല്ല. ഇതുപോലെ മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല, ഒരു മഹാന്മാരുമില്ല, ഒരു സദാചാര പോലീസും ഇല്ല, ഒരു സദാചാര ഗുണ്ടകളും ഇല്ല, ഒറിജിനൽ പോലീസും ഇല്ല. ഈ ഹെൽമെറ്റ് പിടിക്കാൻ നിൽക്കുന്ന പോലീസ് ഇതുപോലെ സിഗരറ്റ് വലിക്കുന്നവരെ പിടിച്ചതായിട്ടുള്ള ഒരു കേസും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമല്ല. അല്പം മുമ്പ് റോഡ് സൈഡിൽ നിന്ന് ഒരാൾ വലിച്ചു വിടുന്നു. അതും എൻ്റെ മൂക്കിൽ വന്ന് കൊണ്ടിട്ട് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പെട്ടെന്ന് നമുക്ക് ചുമയും ശ്വാസം മുട്ടലും പോലെയൊക്കെ വരും. അപ്പോൾ അതും ഞാൻ സഹിച്ച് അല്പദൂരം വന്നപ്പോഴാണ് ഈ മഹാൻ്റെ ബുദ്ധിമുട്ടുകൂടെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പം ഇതിനെതിരെ നമ്മളൊന്നും പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇതൊന്നും വില പോവില്ല. അവൻ പാർട്ടിക്കാരനാണെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു MPയോ MLAയോ അവൻ്റെ കക്ഷത്തുണ്ടെങ്കിൽ ആ നിയമമൊക്കെ അവർക്ക് അനുകൂലമാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒന്നും പോകാൻ വയ്യ. ഇന്ന് കോടതിയെ പോലും വിശ്വാസയോഗ്യമായി കാണാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അനുഭവിക്കുക തന്നെ. വോട്ട് ചെയ്യുന്ന നമ്മളൊക്കെ വെറും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്.